വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ നാട്ടുകാരി കൂടിയായ ഈ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയണ്ടേ? എപ്പോഴും ചിരിച്ചു കാണുന്ന വളരെ മിടുക്കിയായ സന്തോഷവതിയായ ഒരു പെൺകുട്ടിയാണ് ഷഹന മുംതാസ്. നിക്കാഹ് നിശ്ചയിച്ചപ്പോഴും നിക്കാഹ് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളിലൊക്കെ ആ പെൺകുട്ടിയിൽ ആ സന്തോഷം അങ്ങനെ തന്നെ നിലനിന്നിരുന്നു. ഇക്ക ഒന്ന് വിളിക്ക്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നിങ്ങൾ എന്നെ കണ്ട് ഇഷ്ടമായിട്ടല്ലേ നിക്കാഹ് കഴിച്ചത്? ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്? എനിക്ക് നിറമില്ലാത്തത് എൻ്റെ കുറ്റം കൊണ്ടാണോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? എനിക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്കിങ്ങനെ തലകുനിച്ച് നടക്കാനും പറ്റില്ല. ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്കണം. എനിക്കെൻ്റെ വിഷമങ്ങളൊന്നും താങ്ങാൻ പറ്റുന്നില്ല ഇക്ക. ഒന്ന് എന്നെ വിളിക്കൂ എന്ന് പറഞ്ഞ് ഒരുപാട് പ്രാവശ്യമെങ്കിലും ആ പെൺകുട്ടി അയാളോട് വാട്സപ്പിലൂടെ കേഴുന്നുണ്ടായിരുന്നു. എനിക്ക് സൗകര്യമില്ല, എനിക്ക് ജോലിയുണ്ട്, എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തല്ലേ, ബുദ്ധിമുട്ടിക്കല്ലേ എന്നൊക്കെയാണ് അയാൾ മറുപടി കൊടുക്കുന്നത്. പലപ്പോഴും മനസ്സിൽ വിങ്ങിപ്പൊട്ടുന്ന പല കാര്യങ്ങളും പറയാൻ സാധിക്കാതെ അവൾ വിഷമിക്കുകയായിരുന്നു. വാഹിദിൻ്റെ ഒരു കോളിന് വേണ്ടി, സ്നേഹമുള്ള ഒരു വാക്കിന് വേണ്ടി അവൾ കാത്തിരിക്കുകയായിരുന്നു. ഓരോ ദിവസവും കഴിയുന്തോറും അവളുടെ കാത്തിരിപ്പിന് ഒരു ഫലവുമില്ലെന്ന് അവൾ മനസ്സിലാക്കി. എന്നാലും അവൾ നിരന്തരം ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. ഒടുക്കം വാഹിദ് വിളിച്ചു. അതിനുശേഷം അവളോട് എന്താണ് സംസാരിച്ചത് എന്ന് ആർക്കും അറിയില്ല. അവളെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എന്തോ ഒന്ന് അയാൾ പറഞ്ഞു. അത്രയും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത എന്തോ ഒന്ന്. അല്ലെങ്കിലും ഈ ഇടയായി അയാളിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തികളൊന്നും അത്ര നല്ലതായിരുന്നില്ല. എന്നാലും അവൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, വാഹിദ് തന്നെ കൈവിടില്ല എന്ന്. ആ പ്രതീക്ഷയാണ് അവൾക്ക് കഴിഞ്ഞ ദിവസം ഇല്ലാതായത്. താനിനി ജീവിച്ചിട്ട് കാര്യമില്ല. തനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ വിവാഹമോചിത എന്നറിയപ്പെടാൻ ഒട്ടും താല്പര്യമില്ല. തനിക്കിതൊന്നും താങ്ങാൻ കഴിയില്ല എന്ന് ആ പെൺകുട്ടിക്ക് നന്നായിട്ടറിയാം. പിന്നെ അവൾ എന്തു ചെയ്യും? വേണ്ട എന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ചിരുന്ന ഭർത്താവിൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചിട്ടും തൻ്റെ ഭാര്യയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്നറിയാൻ പോലും ഈ ഭർത്താവായ സൗന്ദര്യപ്രേമി തയ്യാറായില്ല. പെണ്ണു കാണാൻ പോയപ്പോഴും, മുട്ടായി കൊടുക്കൽ ചടങ്ങിന് കണ്ടപ്പോഴും, നിക്കാഹിൻ്റെ നിശ്ചയം കഴിഞ്ഞപ്പോഴും, നിക്കാഹ് കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് ഒരു ദിവസം താമസിച്ചപ്പോഴും, 20 ദിവസം അവളോടൊത്ത് ചുറ്റിയടിച്ച് കറങ്ങിയപ്പോഴും ഒന്നും അറിഞ്ഞില്ല പെൺകുട്ടിക്ക് കളറില്ല എന്നത്. ഷഹന, എനിക്ക് നിന്നെ പിരിയാൻ താല്പര്യമുണ്ടായിട്ടല്ല, ഞാൻ എത്രയും പെട്ടെന്ന് വരും, നമുക്കൊന്നാവണം എന്ന് പറഞ്ഞു പോയ തൻ്റെ വാഹിദ് ഗൾഫ് രാജ്യത്തെത്തിയപ്പോൾ അവിടുത്തെ സ്ത്രീകളെ കണ്ടപ്പോഴാണ് അയാൾക്ക് മനസ്സിലാവുന്നത്, എൻ്റെ ഭാര്യയ്ക്ക് കളറില്ലല്ലോ എന്ന്. ഈ പറയുന്ന ആൾക്ക് നല്ല കളറാണ്. നിങ്ങൾ ഫോട്ടോയിൽ കാണുന്നില്ലേ, നല്ല തൂവെള്ള കളറ്. നന്നായി പഠിക്കുന്ന നല്ല മിടുക്കിയായ പെൺകുട്ടിയാണ്. മലയാള മീഡിയത്തിൽ പഠിച്ചതുകൊണ്ട് തന്നെ ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനും അറിയില്ല. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തത് ഒരു തെറ്റാണ്. കേരളത്തിലല്ലേ താമസിക്കുന്നത്, ഇംഗ്ലീഷ് രാജ്യത്തൊന്നുമല്ലല്ലോ. നന്നായി പഠിക്കുന്ന പെൺകുട്ടിയാണ്, അതൊക്കെ പഠിച്ചെടുക്കാവുന്നതല്ലേ ഉള്ളൂ. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നും ഇംഗ്ലീഷ് പഠിച്ചു വന്ന ആളാണോ ഇയാൾ? ഇയാളുടെ ലക്ഷ്യം അതൊന്നുമല്ല. ഗൾഫിലെത്തിയതിനു ശേഷമാണ് തനിക്കിണങ്ങിയ പെണ്ണല്ല എന്നവൻ മനസ്സിലാക്കുന്നത്. മാനസികമായി ഇവളെ തളർത്തണം, അതിൻ്റെ വഴികളാണ് അയാൾ തേടിയത്. അപ്പോഴാണ് അവളെ കളറിനെ കുറിച്ചും ഇംഗ്ലീഷ് സംസാരിക്കാത്തതിനെ കുറിച്ചും അവളെ അവയവത്തെക്കുറിച്ചൊക്കെയുള്ള കുറ്റങ്ങൾ അയാൾ കണ്ടു തുടങ്ങിയത്. അതുവരെ അതൊന്നും അയാൾക്കൊരു കുറ്റമായിരുന്നില്ല. ഇപ്പോഴാണ് ആ കുറ്റങ്ങളൊക്കെ പുറത്തു വരാൻ തുടങ്ങിയത്. എങ്ങനെയെങ്കിലും അവളെ ഒഴിവാക്കണം. അതിനുവേണ്ടി അവളെ മാനസികമായി തളർത്തിയേ പറ്റൂ. ഫോൺ വിളിക്കുമ്പോൾ അവളുടെ കുറ്റങ്ങൾ പറയാൻ തുടങ്ങി. കോളേജിൽ പോകുന്ന കാര്യത്തിൽ താല്പര്യം കുറച്ചു. അതിന് പറയുന്ന കാരണം, പുറത്തിറങ്ങുമ്പോൾ വെയിൽ കൊള്ളും, അപ്പോൾ നീ കറുക്കും. അയാളുടെ ടോർച്ചറിങ്ങിൻ്റെ ഫലമായി ആ പെൺകുട്ടി മറ്റു പരിപാടികൾക്കൊന്നും പോവാതെയായി. ഡിപ്രഷനിലേക്ക് ആ പെൺകുട്ടിയെ ചെന്നെത്തിച്ചു. നന്നായി പഠിക്കുമായിരുന്ന പെൺകുട്ടി പെട്ടെന്ന് പഠനത്തിൽ ശ്രദ്ധിക്കാതെയായി. ക്ലാസ് റൂമിൽ മുഖം കുനിച്ചിരിക്കാൻ തുടങ്ങി. ഒരു കാര്യത്തിലും ശ്രദ്ധയില്ലാതെ കോളേജിൽ നിന്നും വീട്ടിൽ നിന്നും എപ്പോഴും ചിന്തിച്ചിരിക്കുന്ന സ്വഭാവം. കൂട്ടുകാരികളോട് പോലും ഒന്നും സംസാരിക്കാതെയായി. കളിച്ചിരികൾ പാടെ മറന്നു. ക്രമേണ ഊണും ഉറക്കവും ഇല്ലാതെയായി. ട്രോമ സ്റ്റേജിലൂടെയായിരുന്നു അവൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് അവളിൽ ഉണ്ടായ മാറ്റം സഹപാഠികളും ടീച്ചേഴ്സും ശ്രദ്ധിക്കാൻ തുടങ്ങി. വീട്ടുകാരും അവളിലെ ചില മാറ്റങ്ങളൊക്കെ കാണുമായിരുന്നു. പക്ഷേ അത് അവരത്ര കാര്യമാക്കി എടുത്തില്ല. ടീച്ചേഴ്സ് പറഞ്ഞപ്പോൾ അവർ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവളോട് അതേപ്പറ്റി ചോദിക്കുമ്പോൾ അവൾ ആദ്യമൊന്നും പറയാൻ മടി കാണിച്ചു. കോളേജ് കഴിഞ്ഞു വന്നാൽ റൂമിൽ കയറിയിരിക്കും. ആരോടും കാര്യമായി ഒന്നും സംസാരിക്കാറില്ല. പുറത്തേക്കും പോവാതെയായി. ഞാനില്ല ഉമ്മ എന്ന് ഒഴുക്കനായിട്ട് പറയാറേ ഉള്ളൂ. പിന്നീട് പലരും നിർബന്ധിച്ചപ്പോഴാണ് അവൾ കാര്യം പറയുന്നത്. വാവയ്ക്ക് എന്നോടൊരു താല്പര്യമില്ലാത്തതുപോലെ, എനിക്ക് കളറില്ല, ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. വളരെ വേദനയോടെയാണ് അവൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത്.
കേട്ടതൊക്കെ സത്യമാണോ എന്നറിയാൻ വീട്ടുകാർ പെൺകുട്ടിയെയും കൂട്ടി വാഹിദിന്റെ വീട്ടിൽ ചെന്ന് ഉമ്മനോടും ഉപ്പനോടും സംസാരിക്കുന്നു. അവർ വാഹിദിനോട് സംസാരിച്ചാൽ, മകനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഇതിനൊക്കെ ഒരു മാറ്റമുണ്ടാവും എന്നായിരുന്നു ഷഹനയുടെ വീട്ടുകാർ കരുതിയിരുന്നത്. എന്നാൽ വാഹിദ് ഇതിനെക്കുറിച്ച് ഉമ്മനോടും ഉപ്പനോടൊക്കെ സംസാരിച്ചിരുന്നു. തനിക്ക് ആ പെൺകുട്ടിയുമായി ഇനി ഒരിക്കലും മുന്നോട്ട് പോവാൻ സാധിക്കില്ല. ഇതിൽ നിന്ന് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒഴിവാകണം. നിങ്ങൾ അവളെ വിളിക്കാനൊന്നും നിൽക്കണ്ട. മകനെ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് പകരം ഉമ്മയും ഉപ്പയും മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ അവരെ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് കണ്ടാൽ അവർ താനെ ഒഴിഞ്ഞു പോയിക്കോളും. അതിന് ജ്യേഷ്ഠന്റെ ഭാര്യയുടെ ഉപദേശവുമുണ്ട്. ഞാനാണെങ്കിൽ എൻ്റെ ഭർത്താവ് ഇങ്ങനെ എന്നെ അവോയ്ഡ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി ഞാൻ ഇട്ടേച്ചു പോകും. അങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കാനൊന്നും നിൽക്കില്ല. വാഹിദിന്റെ ഉമ്മ ഈ കാര്യം പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ ബന്ധത്തിൽ നിങ്ങൾ കടിച്ചു തൂങ്ങി നിൽക്കണ്ട. 20 ദിവസമല്ലേ കൂടെ കഴിഞ്ഞിട്ടുള്ളൂ. മകനും ഉമ്മക്കും 20 ദിവസം കഴിഞ്ഞ ബന്ധം മാത്രമേയുള്ളൂ. മകന്റെ ഭാര്യയാണ് തൻ്റെ ഭാര്യയാണ് എന്ന ബോധമൊന്നുമില്ല. വെറും 20 ദിവസം കൂടെ കഴിഞ്ഞ പെണ്ണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ പവിത്രതയൊന്നും അറിയില്ല. ത്വലാഖ് എന്നത് ഇസ്ലാമിക മതത്തിൽ അനുവദനീയമാണെങ്കിലും അള്ളാഹു ഏറ്റവും വെറുക്കപ്പെട്ടത് തലാഖ് ആണെന്ന് ഇവർക്കറിയാം. ത്വലാഖ് ചെല്ലുന്നവൻ നടക്കുന്ന വഴിയിൽ പോലും പുല്ലുപോലും മുളയ്ക്കില്ല എന്നാണ് പഴമക്കാർ പറയാറ്. അത്രയും വെറുക്കപ്പെട്ട ഒരു സംഭവമാണ്. ഒരു നിറത്തിന്റെ പേരിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ വേണ്ട എന്ന് പറഞ്ഞ ഇത്തരം നീചന്മാരെയും നീചത്തികളെയും എന്ത് ചെയ്യണം? തൻ്റെ മകൻ്റെ ഭാര്യയാണെന്ന് പോലും ചിന്തിക്കാതെ 20 ദിവസത്തെ കണക്കും പറഞ്ഞ് തൻ്റെ മകൻ്റെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്ന ഒരു സ്ത്രീയായിട്ട് മാത്രമാണ് ഈ പെൺകുട്ടിയെ ഇവർ കാണുന്നത്. ഹൃദയം നുറങ്ങുന്ന വേദനയോടെ ആയിരിക്കില്ല ഈ പെൺകുട്ടി അത് കേട്ടു നിന്നത്. അവസാനം ആ പെൺകുട്ടി അവരുടെ കാൽക്കൽ വീണു, എന്നെ ഒഴിവാക്കല്ലേ എന്ന് പറഞ്ഞ്. ആ പെൺകുട്ടി അയാളെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ അവൾക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. പഠിച്ച് നീ ഒരു ജോലിയൊക്കെ വാങ്ങ്, എന്നിട്ട് ഇവൻ്റെ മുമ്പിൽ നീ ജീവിച്ച് കാണിച്ചു കൊടുക്ക്. സൗന്ദര്യത്തിനേക്കാളും നിറത്തിനേക്കാളും പണത്തിനേക്കാളും എത്രയോ വലുതാണ് സ്നേഹം എന്നുള്ള കാര്യം തെളിയിച്ചു കൊടുക്കണം. പക്ഷേ അതിനിടയിലൂടെ ചില സമയങ്ങൾ കടന്നു പോവാനുണ്ട്. അതാണ് നിർണായകം. അവിടെ പാവം ഷഹനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവൾ തളർന്നു പോയിരുന്നു. ഈ 19 വയസ്സിൽ തന്നെ ഞാനൊരു ഡിവൈസിയായി പോവുമല്ലോ. അവളുടെ വേദനിപ്പിക്കുന്ന ഹൃദയം നുറുക്കുന്ന ഈ വാക്ക്, അതിൽ തന്നെയുണ്ട് അവൾ അനുഭവിക്കുന്ന വേദനയുടെ ആഴം. വളരെയേറെ സ്വപ്നങ്ങൾ കണ്ട് തൻ്റെ മകളെ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അത് ഇത്തരമൊരു അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നത് എങ്ങനെയാണ് ആ മാതാപിതാക്കൾക്ക് കണ്ടു നിൽക്കുവാൻ കഴിയുക? ഇങ്ങനെയൊരു നികൃഷ്ടനായ ഈ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടിയും വന്നു ചേരാതിരിക്കട്ടെ. കൊണ്ടോട്ടി ബ്ലോക്ക് റോഡിൽ പാറശ്ശേരി ബഷീറിന്റെയും സമീറയുടെയും മകളാണ് ഷഹാന മുംതാസ്. ചൊവ്വാഴ്ച രാവിലെ മുറിയുടെ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് 10 മണിയോടെ വീട്ടുകാർ വാതിൽ പൊളിച്ച് അകത്ത് കടക്കുകയായിരുന്നു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ സംഭവം എല്ലാവരും അറിയുന്നത്. ഭർത്താവിൽ നിന്നും ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നും നേരിടേണ്ടി വന്ന കടുത്ത മാനസിക പീഡനമാണ് പെൺകുട്ടിയെ ഇങ്ങനെ ഒരു കടുംകൈക്ക് നയിച്ചത്. കഴിഞ്ഞ വർഷം മെയ് 7-നാണ് മുറയൂർ പുന്തലപ്പറമ്പ് സ്വദേശി അബ്ദുൽ വഹാബുമായി ഷഹാനയുടെ നിക്കാഹ് കഴിഞ്ഞത്. തുടർന്ന് 20 ദിവസത്തിനു ശേഷം വിദേശത്തേക്ക് പോയ ഭർത്താവ് അവിടെ നിന്ന് വിളിച്ചു പറയുകയായിരുന്നു, തനിക്ക് ഈ ബന്ധവുമായി മുന്നോട്ട് പോവാൻ പറ്റില്ല. പെൺകുട്ടിക്ക് കളറില്ല, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. പ്രധാനമായും നിറത്തിന്റെ പേരിലായിരുന്നു പെൺകുട്ടിയെ മാനസികമായി തളർത്തിക്കൊണ്ടിരുന്നത്. വിവാഹബന്ധം വേർപെടുത്താൻ വരെ നിർബന്ധിക്കുന്നു. ഇതിനെ തുടർന്നുണ്ടായ മാനസിക പ്രശ്നങ്ങൾ കാരണം പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു. ലജ്ജിച്ചു പോകുന്ന, നാണിച്ചു പോകുന്ന ഒരു സംഭവം.